ഹായ്, ഇന്ന് നമ്മൾ പറയുന്നത് ടോയ്ലറ്റ് ട്രെയിനിങ്ങിനെ കുറിച്ചാണ്. ഒരു പ്രാക്ടിക്കൽ ഗൈഡ്, പാരൻസിനുള്ള ഒരു കംപ്ലീറ്റ് പ്രാക്ടിക്കൽ ഗൈഡാണ്. അപ്പം നമ്മൾ ആദ്യം പറയുന്നത് എന്താണ് ടോയ്ലറ്റ് ട്രെയിനിങ്, എന്തിനാണ് ടോയ്ലറ്റ് ട്രെയിനിങ് എന്നുള്ളതാണ്. ടോയ്ലറ്റ് ട്രെയിനിങ് എന്താണ്? നമ്മുടെ കുഞ്ഞുങ്ങൾ ഏകദേശം ഒരു വയസ്സ് വരെ അല്ലെങ്കിൽ 1.5 വയസ്സ് വരെ അവർ മലം പോകുന്നത് അവരറിയാതെ ഇൻവോളണ്ടറി ആയിട്ടാണ്. എന്നാൽ 1 വയസ്സോടു കൂടി അല്ലെങ്കിൽ 1.5 വയസ്സോട് കൂടി അവർക്ക് അവരുടെ ബ്ലാഡർ അല്ലെങ്കിൽ ബവൽ കൺട്രോൾ അറ്റൻഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ അവർക്ക് ബോധപൂർവം മലം പുറത്തോട്ട് കളയാനുള്ള ഒരു കഴിവാവും. ഈ കഴിവ് കുഞ്ഞുങ്ങൾ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രധാന പ്രശ്നം, അവർ മലം പിടിച്ചു വെക്കാൻ തുടങ്ങും. അങ്ങനെ മലം പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് മലബന്ധം ഉണ്ടാവും, വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഈ 1 വയസ്സ് അല്ലെങ്കിൽ 1.5 വയസ്സ് ശേഷം പ്രായമുള്ള കുട്ടികൾക്ക് മലബന്ധം കൂടാനുള്ള സാധ്യത കാരണം. അതോടൊപ്പം തന്നെ ഈ 1 വയസ്സിന് ശേഷം അല്ലെങ്കിൽ 1.5 വയസ്സിന് ശേഷം അവരുടെ ബവലിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങുന്ന പ്രായം തൊട്ട് അവർ അറിയേണ്ടതുണ്ട് എവിടെയാണ് ബാത്റൂം, എവിടെയാണ് മലം കളയേണ്ടത്, എങ്ങനെയാണ് പോവേണ്ടത്. അപ്പം ആ ഒരു സമയം എത്തുമ്പോൾ അവരതിന് ട്രെയിൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് ടോയ്ലറ്റ് ട്രെയിനിങ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം വരും, എന്നാണ് തുടങ്ങേണ്ടത്? അപ്പൊ ഈ ടോയ്ലറ്റ് ട്രെയിനിങ് എന്ന് തുടങ്ങണം എന്നുള്ളതിന് നമുക്ക് പ്രധാനമായിട്ടും 2 ഘടകങ്ങളുണ്ട്. ഒന്ന് ഏജ്, പ്രായം, ഏത് പ്രായത്തിൽ തുടങ്ങണം. 2 ഒക്കേഷൻ, ഏത് സമയത്താണ് ആദ്യമായി അത് തുടങ്ങേണ്ടത്. നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പൊ നമുക്ക് ആദ്യം ഏജ് നോക്കാം. ഏതാണ് തുടങ്ങാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് പ്രായം? മനസ്സിലാക്കുക, ഏതെങ്കിലും ഒരു പ്രത്യേക പ്രായം പറയാനില്ല. എല്ലാ കുട്ടികൾക്കും ഇന്ന പ്രായത്തിൽ, കൃത്യമായി ഈ പ്രായത്തിൽ തുടങ്ങണം അങ്ങനെ പറയാൻ സാധിക്കില്ല. മറിച്ച് നമ്മൾ പരിഗണിക്കേണ്ട ഒന്നാമത്തെ കാര്യം, കുട്ടി എന്നാണോ അവരുടെ ബ്ലാഡർ ബവലിനെ കുറിച്ച് അവെയർ ആയി തുടങ്ങുന്നത്, അതായത് സ്വന്തമായി എനിക്ക് മലം പോകാനുണ്ട് എന്ന് നിങ്ങളോട് പറയുക അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുക, ആ പ്രായം തൊട്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ചെറിയ ചെറിയ ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ ആ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായം. അതോടൊപ്പം തന്നെ ഒരു കുട്ടിക്ക് ഒരു ഡ്രൈ നാപ്പി, അതായത് ഒരു 2 മണിക്കൂറത്തോട്ടെങ്കിലും ആ കുട്ടിക്ക് മലം പോവാതെ പിടിച്ചു വെക്കാനുള്ള ഒരു കഴിവുണ്ടാവുമല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മലം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആദ്യത്തെ നാളുകളിൽ. അതെല്ലാം കഴിഞ്ഞ് ഒരു 2-3 മണിക്കൂർ കുഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഓരോ തവണയും മലം പോകുന്നത്. അതോടൊപ്പം കുഞ്ഞിന്റെ ബ്ലാഡർ ബവൽ കൺട്രോൾ അറ്റൈൻ ചെയ്തു, നമ്മൾ ചെറിയ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തത് ഫോളോ ചെയ്യും. ഇങ്ങനെയൊക്കെ ഒത്തുവരുന്ന ആ ഒരു പ്രായം ഏതാണോ ആ പ്രായത്തിൽ. അല്ലാതെ എല്ലാ കുട്ടികൾക്കും 10ാമത്തെ മാസം അല്ലെങ്കിൽ 12ാമത്തെ മാസം, 1.5 വയസ്സ്, 2, അങ്ങനെ എല്ലാം ഓരോ കുട്ടിക്കും വ്യത്യസ്തമാകും. ഞാൻ ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ എന്നാണോ നിങ്ങളുടെ കുട്ടികളിൽ ഒത്തുവരുന്നത് ആ ദിവസം തൊട്ട്. അത് മിക്ക കുട്ടികൾക്കും ഉണ്ടാകുന്ന ഒരു പ്രായം 18ന്റെയും 24ന്റെയും മാസങ്ങൾക്ക് ഇടയിലായിരിക്കും. കൃത്യമാണല്ലോ. അപ്പൊ ഏത് പ്രായത്തിൽ കുഞ്ഞിന് ടോയ്ലറ്റ് ട്രെയിനിങ് എന്ന് തുടങ്ങണം എന്നുള്ളത് വളരെ വിശദമായി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പറയപ്പെടുന്ന പോയിന്റ്സ് എല്ലാം നോക്കുക, ഈ കാര്യങ്ങൾ ഒത്തുവരുന്ന ആ പ്രായത്തിൽ. അത് മിക്ക കുട്ടികൾക്കും 18-24 ഇടയ്ക്കായിരിക്കും. കൃത്യമാണല്ലോ. ഇനി രണ്ടാമത്തെ കാര്യം, ഒക്കേഷൻ. ഏത് ഒക്കേഷനിലായിരിക്കണം നിങ്ങൾ ആദ്യമായി നിങ്ങളെ കുഞ്ഞിന് ടോയ്ലറ്റ് ട്രെയിനിങ് തുടങ്ങേണ്ടത്? ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഒരിക്കലും ആദ്യമായി ടോയ്ലറ്റ് ട്രെയിനിങ് തുടങ്ങുന്ന ആ സന്ദർഭത്തിൽ നിങ്ങളുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന്റെ ജീവിതത്തിലോ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയത്ത് തുടങ്ങാതിരിക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു വീട് ഷിഫ്റ്റ് ചെയ്ത് മറ്റൊരിടത്തോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ കുട്ടിക്ക് ഒരു അസുഖമുള്ള സമയമാണ്. അങ്ങനെയൊന്നും ഇല്ലാത്ത ആ കുഞ്ഞിന്റെ ലൈഫിലും നിങ്ങളുടെ ലൈഫിലും കാര്യമായ ഒക്കേഷൻസോ ട്രിപ്പോ ട്രാവലോ ഒന്നും പ്ലാൻ ചെയ്യാത്ത ഒരു 1-2 മാസം ഉണ്ടാവുമല്ലോ, എല്ലാം ഫ്രീ ആയിട്ടില്ല. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലായിരിക്കണം ആദ്യമായി ഈ ടോയ്ലറ്റ് ട്രെയിനിങ് തുടങ്ങേണ്ടത്. അപ്പൊ അതാണ് ഒക്കേഷൻ. അപ്പൊ ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് 2 കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും. ഏത് പ്രായത്തിൽ തുടങ്ങണം, അതോടൊപ്പം ഏത് ഒക്കേഷനിലായിരിക്കണം ആദ്യമായി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇനി അടുത്തത്, ടോയ്ലറ്റ് ട്രെയിനിങ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പം പ്രായം മനസ്സിലായി, ഒക്കേഷൻ മനസ്സിലായി. ഇനി നമുക്ക് തുടങ്ങാൻ പോവാണ്, പക്ഷെ അതിന് മുമ്പ് ചില കാര്യങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. അതാണ് പ്രിപ്പറേഷൻ ഫോർ ടോയ്ലറ്റ് ട്രെയിനിങ്. അതായത് ഈ ടോയ്ലറ്റ് ട്രെയിനിങ്ങിനുള്ള ഒരു പ്രിപ്പറേഷൻ. എന്തൊക്കെയാണ് പ്രിപ്പറേഷൻ? ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ കുഞ്ഞിന് ഈ ടോയ്ലറ്റിന് വേണ്ടി നിങ്ങളുടെ സംസ്കാരത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കൾച്ചറിൽ ഏത് വാക്കാണോ പറയുന്നത് അത് പറഞ്ഞ് പഠിപ്പിക്കുക. അതാണ് ഫസ്റ്റ് കാര്യം. എന്ന് പറഞ്ഞാൽ അപ്പിടാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൊളോക്കിയൽ ലാംഗ്വേജിൽ നിങ്ങൾ ഏതാണോ ഉപയോഗിക്കുന്നത് ആ വാക്കുകൾ കുഞ്ഞിനെ ആദ്യം പഠിപ്പിക്കുക. അതാണ് ടോയ്ലറ്റ് ട്രെയിനിങ് തുടങ്ങുന്നതിന് മുമ്പുള്ള ഫസ്റ്റ് തിങ്. രണ്ടാമത്തെ കാര്യം,
നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനോട് നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസ്യതയുള്ള നിങ്ങളുടെ ഫാമിലി മെമ്പറോ ടോയ്ലറ്റിലോട്ട് പോകുന്നത് കാണിച്ചു കൊടുക്കുക. അതാണ് അത് കുഞ്ഞ് കാണട്ടെ. കാരണം അപ്പൊ കുഞ്ഞിന് മനസ്സിലാവും ഇത് നമുക്കൊരു നമ്മുടെ ഈ സ്റ്റൂള് പാസ് ചെയ്യേണ്ട സ്ഥലം ഇതാണ്, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടാണ് ഇത് ചെയ്യാറുള്ളത്. അത് അവർക്ക് നിങ്ങളെ ചെറിയ കുഞ്ഞ് കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടോയ്ലറ്റ് പോകണം അതുപോലെ പ്രദർശിപ്പിക്കുക എന്നുള്ളതല്ല. കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ വാക്ക് ആദ്യം നിങ്ങൾ ആ വാക്ക് പഠിപ്പിച്ചു, എന്നിട്ട് നിങ്ങൾ പറയാ അമ്മക്ക് അല്ലെങ്കിൽ അച്ഛന് ചെയ്യാനുണ്ട്, ഇപ്പോൾ അപ്പി ഇടാനുണ്ട് അല്ലെങ്കിൽ ടോയ്ലറ്റ് പോകാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകുന്നത് അവർക്ക് കാണിച്ചു കൊടുക്കുക. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം നാപ്പി ഫ്രീ ആയിട്ട് ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക. അതെന്താണെന്ന് പറഞ്ഞാൽ നാപ്പി കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഭയങ്കര കംഫർട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അവർ മൂത്രമൊഴിച്ച് അവരറിയില്ല, മലം പോയാൽ പലപ്പോഴും അവരറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നാപ്പിയിൽ ആ കുഞ്ഞും അപ്പി ഇട്ടാൽ പോലും ആ കുഞ്ഞിന് വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല. മറിച്ച് അതൊരു ട്രൗസറാണ്. ട്രൗസറിന്റെ പ്രത്യേകത എന്താ? ആ ട്രൗസറിൽ മലമോ മൂത്രമോ ആയി കഴിഞ്ഞാൽ അബ്സോർബ് ചെയ്ത് എടുക്കൂല. അപ്പൊ ആ കുട്ടിയുടെ തൊലിയുമായിട്ട് ഒട്ടി നിൽക്കുന്നതുകൊണ്ട് കുട്ടിക്ക് ഭയങ്കര അറപ്പുണ്ടാവും. അപ്പം നിങ്ങൾ ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് തുടങ്ങുന്നതിന്റെ ആദ്യ പടിയായി ഏറ്റവും ആദ്യം ചെയ്യാൻ വേണ്ടി പല പീഡിയാട്രിക് പാരന്റിങ് ആർട്ടിക്കിൾസിലും പറയുന്ന കാര്യം, കുറച്ച് കാലത്തോട്ട് നിങ്ങൾ നാപ്പി ഒഴിവാക്കിയിട്ട് ഡയപ്പർ ഒഴിവാക്കിയിട്ട് ട്രൗസേഴ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുട്ടിക്ക് അതിലോട്ട് മലം പോകുമ്പോൾ ഒരു അറപ്പ് തോന്നും. അപ്പോൾ കുട്ടിക്ക് അത് പുറത്ത് പോയി മലം പോകണം എന്നുള്ള തോട്ട് ആദ്യമായിട്ട് വരും. കൃത്യമാണല്ലോ. പക്ഷേ ഈ നാപ്പി ഒഴിവാക്കുന്നതിന് മറ്റൊരു വലിയ പ്രോബ്ലം ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഈ നാപ്പി ഒഴിവാക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു 1.5 വയസ്സ് 2 വയസ്സാകുമ്പോൾ കുട്ടികൾക്ക് അവരുടെ മലം കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ മലം പിടിച്ചു വെക്കാനുള്ള ടെൻഡൻസിയും ഈ നാപ്പി ഒഴിവാക്കുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതില്ലാണ്ട് സൂക്ഷിക്കണം. അപ്പോൾ നാപ്പി ഒഴിവാക്കുക എന്നുള്ളതാണ് അടുത്ത ടോയ്ലറ്റ് ട്രെയിനിങ്ങിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട പ്രിപ്പറേഷൻ. ഇനി അടുത്ത പ്രിപ്പറേഷൻ ആണ് ഈ ടോയ്ലറ്റ് ട്രെയിനിങ് തുടങ്ങുന്നതിന്റെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ നിങ്ങൾ നല്ല രീതിയിൽ വെള്ളവും ഫൈബർ ഡയറ്റും തുടങ്ങുക. കാരണം ഈ ടോയ്ലറ്റ് ട്രെയിനിങ് തുടങ്ങുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കോൺസ്റ്റിപ്പേഷൻ വരാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു സമയമാണ്. അപ്പൊ ആ കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ പറഞ്ഞ പോലെ നല്ല ഫൈബർ ഡയറ്റും നല്ല വെള്ളവും ആദ്യമേ കൊടുത്ത് ശീലിക്കുക. എന്നിട്ട് ടോയ്ലറ്റ് ട്രെയിനിങ്ങിലോട്ട് നിങ്ങൾ കാലെടുത്ത് വെക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് തുടങ്ങുന്നതിന് മുമ്പുള്ള പ്രിപ്പറേഷൻസ്. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഇതാണ് പ്രിപ്പറേഷൻ. അപ്പൊ പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ടോയ്ലറ്റ് ട്രെയിനിങ്ങിലോട്ട് പോവാം. അപ്പൊ ഇത്രയും പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രായത്തിലാണെന്ന് മനസ്സിലായി, ഏത് ഒക്കേഷനിലായിരിക്കണം എന്ന് മനസ്സിലായി, ടോയ്ലറ്റ് ട്രെയിനിങ് തുടങ്ങുന്നതിന് മുമ്പ് ആസ് എ പാരന്റ് എന്തെല്ലാം പ്രിപ്പറേഷൻസ് എടുക്കണമെന്ന് മനസ്സിലായി. ഇനി ടോയ്ലറ്റ് ട്രെയിനിങ് തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ വാങ്ങിയിരിക്കേണ്ട 1-2 എക്യുപ്മെന്റ്സിനെ കുറിച്ച് പറയാം. അതിൽ ഏറ്റവും 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ പോട്ടി, ഇതുപോലെ പോട്ടിയിലാകാം. അല്ല എന്നുണ്ടെങ്കിൽ ടോയ്ലറ്റിൽ തന്നെ, നമ്മുടെ യൂറോപ്യൻ ടോയ്ലറ്റിൽ അവർക്ക് മാത്രം ഇരിക്കാൻ പാകത്തിനുള്ള ഒരു സീറ്റർ കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പം ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ വാങ്ങിയിരിക്കേണ്ട ഒരു എക്യുപ്മെന്റ്സ് ആണ്, 2 കാര്യങ്ങളാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വാങ്ങാം. ഇനി അടുത്ത സ്റ്റെപ്പ് ഒരു കാര്യമാണുള്ളത്. നിങ്ങളുടെ കുഞ്ഞ് ഇപ്പം ഇതിൽ പറഞ്ഞ ബാത്റൂം ഈ യൂറോപ്യൻ ടോയ്ലറ്റ് ടൈപ്പ് ആണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും വാങ്ങേണ്ട ഒരു കാര്യമാണ് ഒന്ന് ഫൂട്ടർ. ഇതുപോലെ കുഞ്ഞിന്റെ കാല് തൂക്കിയിട്ട് ഇരിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കരുത്. ഇത് എപ്പോഴാന്ന് പറയുന്നത്, അഥവാ നിങ്ങളെ കുട്ടി ഈ പോട്ടിക്ക് പകരം യൂറോപ്യൻ ടോയ്ലറ്റ് ആണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിലുള്ള കാര്യമാണ് പറയണത്. അങ്ങനെ അതാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായി വാങ്ങിയിരിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന് ഒരു ഫുട്ട് സ്റ്റെപ്പും, 2 ഒരു സ്മോൾ സീറ്ററും ഇരിക്കാനുള്ള. ആ ഫുട്ട് സ്റ്റെപ്പിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് പറഞ്ഞാൽ, നിങ്ങളെ കുഞ്ഞ് കാല് തൂക്കിയിട്ടാണ് ഇരിക്കുന്നത്. കാരണം ചെറിയ കുട്ടികൾക്ക് കാല് താഴോട്ട് എത്തില്ല. അപ്പൊ കാല് തൂക്കിയിട്ടിരിക്കുന്ന സമയത്ത് അവരെ മലദ്വാരത്തിന് ചുറ്റുമുള്ള മസിലുകൾ, ഇപ്പൊ ഇതിൽ കാണിച്ച പോലെ മലദ്വാരത്തിന് ചുറ്റുമുള്ള മസിലുകൾ ടൈറ്റ് ആവുകയും കുഞ്ഞിന് നല്ല രീതിയിൽ മലം പോകാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഒരു ഫുട്ട് റെസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആ മസിൽസ് റിലാക്സ് ചെയ്യുകയും നിങ്ങളുടെ കുട്ടിക്ക് നല്ല രീതിയിൽ മലം പോകാൻ സഹായിക്കും. അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾ ആദ്യം വാങ്ങേണ്ടത്? ഒന്നുകിൽ പോട്ടി വാങ്ങുക, അല്ല എന്നുണ്ടെങ്കിൽ യൂറോപ്യൻ ക്ലോസറ്റിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കാനുള്ള സീറ്റും അതിന് പറ്റിയൊരു ഒരു ഫുട്ട് റെസ്റ്റും ഇതുപോലെ ഫുട്ട് റെസ്റ്റും വാങ്ങുക. ഓക്കെ ആണല്ലോ? ശരി, ഇനി നമുക്ക് പ്രോപ്പർ ടോയ്ലറ്റ് ട്രെയിനിങ്ങിലോട്ട് കടക്കാം. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് സ്റ്റെപ്സ് ഓഫ് ടോയ്ലറ്റ് ട്രെയിനിങ് ആണ്. നമ്മൾ തുടങ്ങാൻ പോവാണ്. ആ കുട്ടിയുടെ ഒക്കേഷൻസും ആ കുട്ടിയുടെ പ്രായമായി എന്ന് നിങ്ങൾക്ക് തോന്നി, നിങ്ങൾ അതിന്റെ ടോയ്ലറ്റ് ട്രെയിനിങ്ങിന് മുമ്പുള്ള പ്രിപ്പറേഷൻ സ്റ്റെപ്പുകളെല്ലാം എടുത്തു. ഇനി
ഈ ദിവസം ഇന്നാണെന്ന് വിചാരിക്കുക, ഇന്ന് ഞാൻ ആദ്യമായിട്ട് ടോയ്ലറ്റ് ട്രെയിനിങ് തുടങ്ങുകയാണ്. അപ്പൊ അതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പ്രായമായി എന്ന് ഉറപ്പായി, ഒക്കേഷൻ എല്ലാം സാഹചര്യങ്ങളൊക്കെ ഒത്തു വന്നെന്ന് ഉറപ്പായി, ഞാൻ അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി, പ്രിപ്പറേഷൻസ് ഒക്കെ എടുത്തു, ഇന്ന് ടോയ്ലറ്റ് ട്രെയിനിങ് തുടങ്ങാമെന്ന് വിചാരിക്കാം. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ആദ്യത്തെ കാര്യം, നിങ്ങളെ കുഞ്ഞിനെ ടോയ്ലറ്റിലോട്ട് എടുക്കുക, ടോയ്ലറ്റിൽ കൊണ്ട് വെക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് രണ്ട് സന്ദർഭത്തിൽ അങ്ങനെ വെക്കാം. ഒന്ന്, റൂട്ടീനായിട്ട് നിങ്ങളെ കുട്ടിയെ ടോയ്ലറ്റിൽ കൊണ്ട് വെക്കാം. അതെങ്ങനെയാ? ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് 2 നേരങ്ങളിൽ അല്ലെങ്കിൽ 3 നേരങ്ങളിലായിട്ട് ഒരു 5 മിനിറ്റ് ടോയ്ലറ്റിൽ കൊണ്ട് വെക്കുക. അവിടെ നിങ്ങൾ നിങ്ങളെ കുഞ്ഞിന് മലം പോകാനുണ്ടോ ഇല്ലയോ നോക്കണ്ട. ഇവിടെ നമ്മൾ റൂട്ടീൻ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് മലം പോകാനുണ്ടോ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ മൈൻഡ് ആക്കേണ്ടതില്ല. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ റൂട്ടീനിൽ നിങ്ങൾ കുഞ്ഞിനെ ബാത്റൂമിൽ കൊണ്ട് വെക്കുന്ന സമയം എപ്പോഴും കുഞ്ഞ് ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള സമയമാണെങ്കിൽ ഏറ്റവും നല്ലത്. അതെന്താ കാരണം? കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ വായിലോട്ട് ഭക്ഷണം എത്തിക്കഴിഞ്ഞ സമയത്ത് അവരുടെ ഇൻഡസ്റ്റൈൻ, കുടലുകൾ നല്ല മൂവ്മെന്റ് തുടങ്ങും. ആ മൂവ്മെന്റ് നമുക്ക് എന്തിനു ഉപയോഗിക്കാം? ഒരു കുഞ്ഞിനെ മലം പുറത്തോട്ട് കളയാൻ ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ ആ ടോയ്ലറ്റ് ട്രെയിനിങ്ങിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു റൂട്ടീൻ ഉണ്ടാക്കുക. എല്ലാ ദിവസവും 2-3 നേരം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു നേരമെങ്കിലും ഒരു കൃത്യ സമയത്ത് നിങ്ങളുടെ കുഞ്ഞിനെ ടോയ്ലറ്റിൽ കൊണ്ടുവെക്കുക അല്ലെങ്കിൽ പോട്ടിൽ കൊണ്ട് ഇരുത്തുക. ആദ്യ ദിവസങ്ങളിൽ ഇരിക്കാൻ വിസമ്മതിക്കും, അറിയാം. അത് പതിയെ പതിയെ ഒരു റൂട്ടീൻ ആവും. രണ്ടാമത്തെ കാര്യം, കുട്ടികൾക്ക് എപ്പോഴാണോ ടോയ്ലറ്റ് പോകാൻ തോന്നുന്നത് ആ സയൻസ് അവർ കാണിച്ചു തുടങ്ങുമല്ലോ. എനിക്ക് മലം പോകാനിടുന്നത് പറയുക അല്ലെങ്കിൽ അതിന്റെ സയൻസ് കാണിക്കുക, അന്നേരം കൊണ്ടുവെക്കുക. അപ്പൊ ടോയ്ലറ്റ് ട്രെയിനിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റെഗുലർ ആയിട്ട് അവിടെ കൊണ്ടുവെക്കുക. അതോടൊപ്പം കുട്ടിക്ക് എപ്പോഴാണോ പോകാനുള്ളത് ആ ഫീലിംഗ് കാണിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ കൊണ്ടുവെക്കുക. പിന്നെ ഇനി അങ്ങനെ വെക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പോൾ റെഗുലർ ആയിട്ട് കുട്ടിയെ അവിടെ കൊണ്ടുവെക്കുകയാണ്. ഇപ്പം എല്ലാ ദിവസവും ഒരു റൂട്ടീൻ ഉണ്ടാക്കാൻ വേണ്ടി വെക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ചുവപ്പായിട്ട് മാർക്ക് ചെയ്ത ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ അഥവാ അവർ ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 3-5 മിനിറ്റ് വരെ ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവരെ വിടുക, പിന്നെ നിർബന്ധിക്കരുത്. പതിയെ പതിയെ വരുന്ന ദിവസങ്ങൾ കൂടുതൽ സമയം അവർ ഇരിക്കും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ കൊണ്ടുവെക്കുന്ന സമയത്ത്. ആദ്യ ദിവസങ്ങളൊക്കെ അവർക്ക് നാപ്പിയിലോ അല്ലെങ്കിൽ ഈ നമ്മുടെ അവരുടെ ഡയപ്പറിലോ അല്ലെങ്കിൽ പുറത്തൊക്കെ പോകാനായിരിക്കും താല്പര്യം. ഓക്കെ, ശരിയാണ്. പക്ഷെ നിങ്ങൾ കൊണ്ട് വെച്ചിട്ട് ഒരു 3-5 മിനിറ്റ് ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പയ്യെ എടുക്കുക, അവരെ നിർബന്ധിക്കരുത്. അതോടൊപ്പം അവർ ഇരുന്ന് കഴിഞ്ഞാൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പൊ പതിയെ 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 ആ സമയം നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം. ഓക്കെ, അത്രയും മനസ്സിലായി. ഇനി അടുത്തത്, ടോയ്ലറ്റ് മിസ്സായി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ എവിടെ എത്തിയെന്നറിയോ? നമ്മൾ റെഗുലർ ആയിട്ട് നിങ്ങളുടെ കുഞ്ഞിനെ ടോയ്ലറ്റിൽ കൊണ്ടുവെക്കാൻ ഒരുങ്ങി. എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? ഒന്ന്, റെഗുലർ ആയിട്ട് മലം പോകാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കൃത്യസമയത്ത് എല്ലാ ദിവസവും 1-2 തവണ കൊണ്ടുവെക്കുക. 2, മലം പോകാനുള്ള ലക്ഷണം കാണിച്ച ഉടനെ കൊണ്ടുവെക്കുക. ഈ 2 രീതിയിൽ ടോയ്ലറ്റിൽ കൊണ്ട് ഇരുത്തുന്ന ശീലം ഉണ്ടാക്കി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു നിർബന്ധിക്കരുത്. ആദ്യത്തെ ദിവസങ്ങളിൽ ചിലപ്പോൾ ഇരിക്കാൻ വിസമ്മതിച്ചാൽ 3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അവർ വിസമ്മതിക്കുക എന്നുണ്ടെങ്കിൽ കൊണ്ട് എടുത്തു മാറ്റി അവർക്ക് എങ്ങനെയാണോ താല്പര്യം അതുപോലെ മലം പോകാൻ സമ്മതിക്കാം, അവരെ മോട്ടിവേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. ഇനി ഇങ്ങനെയൊക്കെ ട്രെയിനിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവർ പല സമയങ്ങളിലും അവർ മിസ് ചെയ്യാറുണ്ട്. നിങ്ങളോട് പറയാതെ ബെഡിൽ മലം പോവാം, നിങ്ങളോട് പറയാതെ ഫ്ലോറിൽ മലം പോവാം. അങ്ങനത്തെ സന്ദർഭത്തിൽ ആദ്യത്തെ കാര്യം, ഫ്രസ്ട്രേറ്റഡ് ആവരുത്, നിങ്ങൾ ദേഷ്യം പിടിക്കരുത്. കൃത്യമാണല്ലോ. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ അവർ ഈ മിസ്സിങ് ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? അതായത് നിങ്ങൾ ടോയ്ലറ്റ് ട്രെയിനിങ് ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോൾ ഒരു സക്സസ്ഫുൾ ടോയ്ലറ്റ് ട്രെയിനിങ്ങിന്റെ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. സമയമെടുക്കും, ക്ഷമ വേണം. പക്ഷെ അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് പലപ്പോഴും ആക്സിഡൻസ് സംഭവിക്കാറുണ്ട്. ആക്സിഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയാതെ ബെഡിലോ അല്ലെങ്കിൽ പുറത്തൊക്കെ മലം പോവുക. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ ഫ്രസ്ട്രേറ്റ് ആവാതിരിക്കുക. ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാന്നുള്ളതാണ് ഇനി പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ കുട്ടിക്ക് മലം പോകാനുള്ള ലക്ഷണം കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് എന്തെങ്കിലും സിംറ്റം കാണിച്ചാൽ പുറത്ത് പോകുന്നതിന് മുമ്പേ പെട്ടെന്ന് കൊണ്ട് ടോയ്ലറ്റിൽ വെക്കുക. നമ്പർ 1. നമ്പർ 2, അവരെ ഓർമ്മിപ്പിക്കുക, റിമൈൻഡ് ദം. എന്ത് ഓർമ്മിപ്പിക്കുക? അപ്പോൾ കുറേ നേരമായിട്ട് നിങ്ങളെ കുട്ടി മലം പോയിട്ടില്ല. യൂഷ്വലി നിങ്ങളെ കുട്ടി ഡെയിലി 1-2 തവണ മലം പോകാറുണ്ട്. അപ്പോൾ കുറേ നേരമായിട്ട് പോയില്ലെങ്കിൽ ഇടയ്ക്ക് കുട്ടിയെ ഓർമ്മിപ്പിക്കുക, മോനെ അല്ലെങ്കിൽ മോളെ പോകാനുണ്ടോ, ഞാൻ കൊണ്ട് വെക്കട്ടെ എന്ന് ഇടയ്ക്ക് ഓർമ്മിപ്പിക്കുക. അത് ഈ പ്രോപ്പർ ടോയ്ലറ്റ് ട്രെയിനിങ്ങിന്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ഈ ആക്സിഡൻസ്
അപ്പൊ ഞാൻ ഈ ടോയ്ലറ്റ് ട്രെയിനിങ്ങിന്റെ ഡിസ്കഷനിൽ ഉടനീളം ആക്സിഡന്റ് എന്ന് ഉള്ള വാക്ക് ഉപയോഗിക്കുന്നത് അത് എന്തിനെ സൂചിപ്പിക്കുന്നത് വെച്ചാൽ നമ്മൾ അറിയാതെ പുറത്ത് പോകുന്നതിനാണ് ഈ കോണ്ടസ്റ്റിൽ ആക്സിഡന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ അറിയാണ്ടുണ്ടാവുന്ന ഈ ആക്സിഡൻസ് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യം, രണ്ടാമത്തെ കാര്യം അവരെ ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങളെ കുട്ടി ഒരു ലോങ് പ്ലേ അല്ലെങ്കിൽ ഒരു ലോങ് ജേർണി അല്ലെങ്കിൽ ലോങ് ഔട്ടിങ്ങിനിടക്ക് ഒന്ന് ചെക്ക് ചെയ്യുക, അവർക്ക് പോകാറായിട്ടുണ്ടോ, അവിടെ ടോയ്ലറ്റ് സൗകര്യം ഉണ്ടെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യുക. പ്രത്യേകിച്ച് കളിക്കുന്നതിനിടക്കൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിമൈൻഡ് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് ഒന്ന് കൊണ്ടേ ഇരുത്തുക. അടുത്ത കാര്യം ചെയ്യേണ്ട കാര്യം, ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി, എങ്ങനെ ഈ ആക്സിഡൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യമാണ്, നിങ്ങൾ കുഞ്ഞു ബെഡിലോട്ട് പോകുന്നതിന് മുമ്പ് കൃത്യമായി ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പ്രേരിപ്പിക്കുക, എന്നിട്ട് ബെഡിലോട്ട് പോവുക. ആ കാര്യം ഒന്ന് നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ്. അതോടൊപ്പം മറ്റൊരു കാര്യമാണ്, ഈ ടോയ്ലറ്റും അതോടൊപ്പം ടോയ്ലറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വെക്കണം. അത് ഏറ്റവും എളുപ്പത്തിൽ അവർക്ക് കയറി ഇരിക്കാൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം. അപ്പൊ ഇത്രയും ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഈ ടോയ്ലറ്റ് ട്രെയിനിങ്ങിന്റെ ജേർണിയിൽ നമ്മൾ അറിയാതെ പുറത്തുള്ള മലം പോകുന്ന ആ ഒരു ആക്സിഡൻസ് തടയാൻ പറ്റും. ഇനി അടുത്ത എന്താ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിങ്ങൾ ആ ജേർണിയെ ട്രസ്റ്റ് ചെയ്യാം. സമയമല്ല, ഓരോ കുട്ടിക്കും പ്രോപ്പർലി ടോയ്ലറ്റ് ട്രെയിൻഡ് ആയി ബാത്റൂമിൽ മാത്രം മലം പോകാൻ ഒരുപാട് സമയം എടുത്തേക്കാം. മാസങ്ങൾ തൊട്ട് വർഷങ്ങൾ എടുക്കുന്ന കുട്ടികളുണ്ട്. കാരണം ഓരോ കുട്ടി ഓരോ പോലെയാണ്. ഓരോരുത്തരുടെയും ഇന്റലിജൻസ് വ്യത്യാസമുണ്ട്, ഓരോരുത്തരുടെയും ബിഹേവിയർ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ കുട്ടി ഇന്നിപ്പോൾ ടോയ്ലറ്റ് ട്രെയിനിങ് തുടങ്ങി കഴിഞ്ഞാൽ നാളെ തന്നെ അവിടെ പോയി നല്ല രീതിയിൽ അപ്പിടുന്നൊന്നും പ്രതീക്ഷിക്കരുത്. ചിലപ്പോൾ മാസങ്ങൾ എടുക്കാം, വർഷങ്ങൾ എടുക്കാം. അപ്പം നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇത്രയും ടോയ്ലറ്റ് ട്രെയിനിങ്ങിനെ കുറിച്ച് പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഈ പാരന്റിങ് ജേർണിന്റെ ഭാഗമാവാൻ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാം. എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പാരൻസിൽ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു ക്ലാസ്സുകളുടെ ഉദ്ദേശം. അപ്പൊ അതിന്റെ ഭാഗമാവാൻ താല്പര്യമുണ്ട്. എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള സയന്റിഫിക് ആയിട്ടുള്ള വിവരങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഇതുപോലെ കിട്ടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ ഒന്ന് പറയാം. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതോടൊപ്പം ഒരു റിക്വസ്റ്റ് ഉള്ളത്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പ്രസന്റേഷൻ PPT പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണ്, ഇത് തന്നെയാണ് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് കമന്റ് പറയാം. കമന്റിൽ ഒന്ന് ഇത് പറയാം. കാരണം ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയ ഗുണം നിങ്ങൾക്ക് നോട്ട് എഴുതിയെടുക്കാനോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാനോ പറ്റും. കാരണം അത് പറയുന്നത് അപ്പോൾ ഇവിടെ എഴുതി കാണിക്കാം. അപ്പോൾ പവർ പോയിന്റ് പ്രസന്റേഷൻ ആണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതൊന്ന് പറയാം. നമുക്ക് മുമ്പോട്ട് ഇനി പവർ പോയിന്റ് പ്രസന്റേഷൻ ആക്കാം. അപ്പോൾ അടുത്ത ടോപ്പിക്ക് ടമ്മി ടൈം ആണ്. അത് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ അപ്ലോഡ് ചെയ്യാം.